അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഷെൽ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രാഫ്റ്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഷെൽ ടൂൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു ടൂളാണ്. കുറച്ച് കമാൻഡ്സ് മാത്രമേ ഷെൽ ടൂളിൽ കാണാൻ വേണ്ടിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സെലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് സെലക്ഷനാണ് ഏത് ഫേസിനെയാണ് റിമൂവ് ചെയ്തിട്ടാണ് ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 3D ബോഡിയാണ്. അതിനെ ഒരു ക്യാവിറ്റി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെല്ലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഫേസിനെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ പർട്ടിക്കുലർ തിക്നെസ് 10 mm എന്ന് പറഞ്ഞ് കൊടുത്ത് ഞാൻ തിക്നെസ്സിനെ കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു 1 mm വെച്ചിട്ട് അടുത്തൊരു പ്രിവ്യൂ കാണിച്ചു തരാം. 1 mm സൈഡ് എഡ്ജസിന് തിക്നെസ് കൊടുത്തുകൊണ്ട് ബാക്കി ഞാൻ സെലക്ട് ചെയ്ത പ്ലെയിനെ റിമൂവ് ചെയ്ത് ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാണ് ഷെൽ എന്ന് പറയുന്ന ടൂൾ ക്രിയേറ്റ് ചെയ്തത്. ഷെല്ല് ആ ടൂൾ പറയുന്ന പോലെ തന്നെ ഈ സിമ്പിൾ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്യാണ് നമുക്ക് ടൂൾ ചെയ്ത് തരുന്നത്. ഇനി അതേപോലെ തന്നെ ഞാൻ വീണ്ടും 10 mm കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഷെൽ ഔട്ട്വേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഷോ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഓക്കെ ആക്കി കൊടുക്കാം. ഇതാണ് ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്ന മോഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ 10 mm ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ക്രിയേറ്റ് ആയി വന്ന മോഡൽ എന്ന് പറയുന്നത്. ഇനി ഷെൽ ഔട്ട്വേർഡ് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ പുറത്തേക്കായിരിക്കും ആ ഷെല്ല് ക്രിയേറ്റ് ആയി വരുന്നത്. അതായത് ഓൾറെഡി ഉള്ള ഒബ്ജക്റ്റിന് പുറത്തേക്കായിരിക്കും ആ തിക്നെസ് ക്രിയേറ്റ് ആയിട്ട് ആ ബോഡി ക്രിയേറ്റ് ആയി വരുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്വേർഡ് ഷെല്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ഡയറക്ഷനിലും യൂണിഫോം തിക്നെസ് ആണ്. ഈ സൈഡും 5 സൈഡും ടോപ്പ് സൈഡിലും ഒരേ യൂണിഫോം തിക്നെസ്സിലാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമുക്ക് അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ തിക്നെസ് ഓരോ എഡ്ജസിന് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടി തിക്നെസ് എന്ന് പറയുന്ന സെറ്റിംഗ്സിലേക്ക് പോയി അതിന്റെ പാരാമീറ്റേഴ്സ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലെയിനിന് എനിക്ക് വേറൊരു തിക്നെസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ടോപ്പ് പ്ലെയിനും എനിക്ക് വേറൊരു തിക്നെസ് ആണ് വേണ്ടത്. എത്രയാണ് തിക്നെസ്സിന്റെ 30 mm ആണ് അല്ലെങ്കിൽ 45 mm ആണ് അവിടുത്തെ തിക്നെസ് വേണ്ടത് എന്ന് പറയാണ്. ഔട്ട്വേർഡ് അല്ല, ഞാൻ ഇൻവേർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യണം എൻ്റെ മോഡൽ കുറച്ചുകൂടെ നന്നായിട്ട് ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട്. Okay, some kind of error. Maybe we'll do it again. ഞാൻ ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഫേസ് ആണ് എനിക്ക് വേണ്ടത്, ഷെൽ ഔട്ട്വേർഡ് അല്ല. ആ ഫേസിന് ഞാനൊരു 20 mm വാല്യൂ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 30 mm വാല്യൂ കൊടുക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ ഫേസിന് മാത്രം ഒരു 30 mm തിക്നെസ് കൊടുത്തുകൊണ്ട് ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അനുസരിച്ചിട്ട് ചിലപ്പം എറർ ഉണ്ടായതാണ്. നമ്മൾ ഏതൊക്കെ വേണമെങ്കിലും ഒന്നിൽ കൂടുതൽ ഫേസസ് സെലക്ട് ചെയ്യാം. ഷെല്ലിനെ എഡിറ്റ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ഷെൽസ് വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫേസ് മാത്രമല്ല, വീണ്ടും പുറത്തുള്ള 3 ഫേസസ് സെലക്ട് ചെയ്ത് അതിനെല്ലാം 30 mm തിക്നെസ് ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്വേർഡ് ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ മാത്രം 10 mm വെച്ചിട്ട് ബാക്കി 3 സൈഡിലും 30 mm തിക്നെസ്സിൽ എനിക്കൊരു ഷെല്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബേസിക്കലി ഷെൽ ടൂൾ ചെയ്യുന്നത്. ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യും, ഡിപ്പെൻസ് ഓൺ ബേസ്ഡ് ഓൺ ദ തിക്നെസ് ദാറ്റ് വി ആർ ഗിവിംഗ്. പെട്ടെന്നൊരു എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു എക്സ്ട്രൂഡ് കട്ട് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ളൊരു ബോഡിയിൽ വേണമെങ്കിൽ നമുക്ക് ഷെൽ ടൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫേസ് ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്, 10 mm തിക്നെസ് ആണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതും ഷെൽ ടൂളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. താങ്ക് യു.